ഹായ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ട്രൂത്ത് മനസ്സിലാക്കി. സ്റ്റാർട്ടപ്പുകൾ സക്സസ് ആവുന്നത് മെയിൻ സ്ട്രീം മൈനോറിറ്റിനെ സെർവ് ചെയ്തിട്ടല്ല, ഡിസാറ്റിസ്ഫൈഡ് മൈനോറിറ്റിനെ സെർവ് ചെയ്തിട്ടാണെന്നുള്ളത്. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ലാസ്റ്റ് വീഡിയോ, ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ പ്രൊഡക്റ്റ് തിങ്കിങ്ങിനെ റീറേറ്റ് ചെയ്യും. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൈ സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ഫീൽസ് എഫേർട്ട്ലെസ്. മോസ്റ്റ് ഫൗണ്ടേഴ്സ് തിങ്ക് ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണ് more features means better product or better features means successful business. But in the brutal reality, ആളുകൾ ഒരിക്കലും കുറേ ഫീച്ചേഴ്സ് കണ്ടിട്ടില്ല പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ആളുകൾ പ്രോഡക്റ്റ്സ് വാങ്ങുന്നത് അത് അവരുടെ ലൈഫ് ഈസി ആക്കുമ്പോഴാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിലവിലുള്ളതിനേക്കാളും ആളുകളെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ എഫേർട്ട് കൂട്ടുന്നതാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ എത്ര സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങളുടെ പ്രൊഡക്റ്റ് സെർവ് ചെയ്യില്ല. നിങ്ങളുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയർ തന്നെ എടുത്തു നോക്ക്. നമുക്കെന്നും പ്രൊഡക്റ്റീവായിട്ടിരിക്കണം, അല്ലെങ്കിൽ ബുക്ക് വായിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റീൽ സ്ക്രോൾ ചെയ്യും, അൺഹെൽത്തി ഫുഡ് കഴിക്കും, എക്സസൈസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. സോ ദിസ് ഈസ് നോട്ട് ലേസിനെസ്, ദിസ് ഈസ് ഹ്യൂമൻ ബയോളജി. ആളുകൾ എങ്ങനെയാണ്, മനുഷ്യന്മാർ ഭയങ്കര വിയേർഡാണ്. ടു സീക്ക് മോർ റിവാർഡ് വിത്ത് ലെസ് എഫേർട്ട്. കുറഞ്ഞ എഫേർട്ടിൽ കൂടുതൽ റിവാർഡ് കിട്ടണം മനുഷ്യന്മാർക്ക്. സോ ദിസ് ഈസ് പ്യുവർലി ഹ്യൂമൻ ബയോളജിയാണ്. സോ നൗ തിങ്ക് അബൌട്ട് യുവർ ഐഡിയ, അല്ലെങ്കിൽ ഇമാജിൻ യുവർ സ്റ്റാർട്ടപ്പ്. ഇഫ് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് എക്സ്ട്രാ റിക്വയർമെൻ്റ് ഉണ്ട്, പുതിയ കാര്യം പഠിക്കണം, എക്സ്ട്രാ സ്റ്റെപ്പ് വെക്കണം, എക്സ്ട്രാ എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ കൂടുതൽ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഒരിക്കലും അതിലേക്ക് വരില്ല. ആളുകൾ പറയും നൈസ് ഐഡിയ, ബട്ട് അവർ വീണ്ടും പഴയ ഓൾഡ് ഹാബിറ്റിലേക്ക് തന്നെ പോകുന്നുണ്ടാവുക. സോ ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റാർട്ടപ്പും സ്റ്റക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഫെയിൽ ആവുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മനുഷ്യന്മാരും ഷെയർ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് കോർ മോട്ടിവേഷൻസ് ഉണ്ട്. സ്റ്റാറ്റസ്, ലവ്, മണി, എന്റർടൈൻമെന്റ്, ഇൻഫോർമേഷൻ, എവറിത്തിങ് എൽസ് ഡെറിവേറ്റ് മോട്ടിവേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്റ്റാറ്റസ് എന്നുള്ള മോട്ടിവേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്യൂട്ടി, ആളുകൾക്ക് സൗന്ദര്യം വേണം, അതിനുവേണ്ടി നമ്മൾ ഫാഷൻ പോകും. അതിനൊരു എക്സാമ്പിളാണ് നോസറിങ്. മൂക്കുത്തി സാറ്റിസ്ഫൈ ചെയ്യുന്ന കോർ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ആണ്, ആളുകളുടെ സ്റ്റാറ്റസ് ആണ്. നൗ ഹിയർ ഈസ് ദ റൂൾ, ദ മോർ കോർ ദ മോട്ടിവേഷൻ, ദ ബിഗ്ഗർ ദ പൊട്ടൻഷ്യൽ ഓഫ് ബിഗ്ഗർ മാർക്കറ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ കോർ മോട്ടിവേഷൻ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ കൂടുതലാണ്. പക്ഷേ ഇതിൽ മോട്ടിവേഷൻ മാത്രം ഉണ്ടാകാൻ വേണ്ടി പോരാ. ഇതിൽ സക്സസ് ആവണമെങ്കിൽ കോർ മോട്ടിവേഷൻ വേണം, അതിൻ്റെ കൂടെ എഫേർട്ട് റെഡ്യൂസ് ചെയ്യുക കൂടി വേണം. ഫേസ്ബുക്ക് ഒരിക്കലും ആളുകളായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസയർ അല്ല ഉണ്ടാക്കിയത്. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് കുറക്കാണ് ചെയ്തത്, അത് ഈസി ആക്കുകയാണ് ചെയ്തത്. ഗൂഗിൾ ഒരിക്കലും ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആളുകളിലേക്ക് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തിട്ടില്ല. പക്ഷേ അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ച്. സോ ഇവിടെ ഡിസയർ സെയിം ആണ്, പക്ഷേ ലെസ് എഫേർട്ട്. സോ ദാറ്റ് ഈസ് ദ ഓൺലി റീസൺ വൈ they won. So now come to the most important point. The most important thing is efficiency. What is the efficiency formula? എഫിഷ്യൻസിയുടെ ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഗ്രാറ്റിഫിക്കേഷൻ മൈനസ് എക്സ്പെക്റ്റഡ് എഫേർട്ട്. ആളുകൾ എപ്പോഴും സബ്കോൺഷ്യസ്ലി കാൽക്കുലേറ്റ് ദിസ്. ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ലവ് ആവാം, സ്റ്റാറ്റസ് ആവാം, മണി ആവാം, എന്റർടൈൻമെന്റ് ആവാം. എഫേർട്ട് ക്യാൻ ബി മണി, ടൈം, ഫിസിക്കൽ എഫേർട്ട്, റെപ്യൂട്ടേഷൻ, റിസ്ക്, കോഗ്നിറ്റീവ് ലോഡ്. സോ സ്റ്റാർട്ടപ്പ് വിൻ ചെയ്യുന്നത് ഇത് രണ്ടും തമ്മിലുള്ള അകലം മാസീവായിട്ട് ഗ്യാപ്പ് ചെയ്യുമ്പോഴാണ്. ഗ്രാറ്റിഫിക്കേഷനും എഫേർട്ട് തമ്മിലുള്ള അകലം മാസീവായിട്ട് ഗ്യാപ്പ് ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ടപ്സ് വിൻ ചെയ്യുന്നത്. സോ ദ നെക്സ്റ്റ് തിങ് ഇസ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡെൽറ്റ ഫോർ. നിങ്ങളുടെ ടാർഗറ്റ് യൂസേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സൊല്യൂഷനും ഓൾഡ് സൊല്യൂഷനും കൊടുത്തിട്ട് 1 തൊട്ട് 10 വരെ റേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. എന്നിട്ട് ആളുകൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് +4 ആണെങ്കിൽ പീപ്പിൾ വിൽ ബ്രേക്ക് ദ ഹാബിറ്റ്. അതായത് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആളുകളോട് ചോദിച്ചാൽ ഓൾഡ് ടാക്സി എക്സ്പീരിയൻസിന് 5 മാർക്കാണെങ്കിൽ അവർ ഊബറിന് 9 മാർക്ക് കൊടുക്കും. ഇഫ് ദ ഡിഫറൻസ് ഈസ് +4 ആണെങ്കിൽ ഇത് വിൻ ചെയ്യും. ഇത് നമുക്ക് മാർക്കറ്റിൽ ഫിറ്റ് ആണെന്നാണ് അർത്ഥം. ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, ഇൻക്രിമെന്റൽ ഇംപ്രൂവ്മെന്റ് ഒരിക്കലും വർക്കാവില്ല. ഫ്രാഗ്രന്റ് ടൂത്ത് ബ്രഷ് അത് ഫെയിൽഡായി. എന്തുകൊണ്ടാണ്? ആ ഇംപ്രൂവ്മെന്റ് ഒരിക്കലും ആളുകളുടെ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്, PMF. നിങ്ങളുടെ യൂസേഴ്സിനോട് ചോദിക്കുക, ഇന്ന് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ ഡിസാറ്റിസ്ഫൈഡ് ആവുന്നുള്ളത്. അതിൽ 40% കൂടുതൽ ആളുകൾ ഡിസപ്പോയിൻറ്റഡ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിന് ഫിറ്റ് ആണെന്നാണ്. അതായത് ആളുകൾക്ക് ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദിസ് ഈസ് എക്സാക്ട്ലി പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിന് ഫിറ്റ് ആണെന്നാണ്. നിങ്ങൾ ചോദിക്കേണ്ട ഒരിക്കലും ഹൗ ബിഗ് ഈസ് ദ മാർക്കറ്റ് എന്നല്ല,
ഹൗ ഇൻസഫിഷ്യൻറ്റ് ദ കറൻറ്റ് സൊല്യൂഷൻ, നിലവിലുള്ള സൊല്യൂഷന് എത്രത്തോളം ഇൻസഫിഷ്യൻ്റ് ആണെന്നുള്ള കാര്യമാണ്. നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ചേസിങ് ദ ട്രെൻഡ്, നിങ്ങൾ വെറുതെ കാണല്ല, യു ആർ ലേണിംഗ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹ്യൂമൻ ബിഹേവിയർ, അണ്ടർസ്റ്റാൻഡ് എഫേർട്ട് എക്കണോമിക്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡിസൈൻ ഹാബിറ്റ് ബ്രേക്കിംഗ് പ്രൊഡക്ട്സ്. സോ ബിൽഡേഴ്സ് ഒരിക്കലും ഫീച്ചേഴ്സ് സെല്ല് ചെയ്യൂല, അവർ എഫേർട്ട് കുറച്ച് സെല്ല് ചെയ്യും. നിങ്ങളെ സെൽഫിനോട് ചോദിക്കേണ്ട ചോദ്യം, നിങ്ങളുടെ പ്രൊഡക്റ്റ് ആളുകളുടെ ലൈഫ് നിലവിലുള്ളതിനേക്കാളും അല്ലെ മുമ്പുള്ളതിനേക്കാളും എളുപ്പമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്റർ ആണോ എന്നുള്ളതാണ്. സോ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വേറൊരു കണ്ടന്റ് ആയിട്ട് വേറൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.